2 മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 16-ന് കാണാതായ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അർജുന്റെ ലോറി ഇന്ന് ഗംഗാവലി പുഴയിൽ നടത്തിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. ആ ലോറി ഉയർത്തിയതിനു ശേഷം ക്യാബിനകത്തുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അർജുന്റെ മൃതദേഹമാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. സ്വാഭാവികമായും ആ ലോറിക്കുള്ളിൽ തന്നെ കണ്ടെത്തിയ മൃതദേഹം അത് അർജുൻ്റേത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്നാലും അതിൽ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനാൽ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല അർജുൻ്റെ മൃതദേഹമാണ് ഇത് എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചന നൽകുന്നത്. ഇതിലിനിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാകും ഈ അർജുൻ്റെ മൃതദേഹം അത് എപ്പോഴായിരിക്കും കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുൻ്റെ വസതിയിലേക്ക് എത്തിക്കേണ്ടത്, അർജുന് യാത്രാമൊഴി നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. കൂടുതൽ വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, 2 മാസം നീണ്ട കാത്തിരിപ്പ്, അതിനുശേഷമാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് അർജുൻ്റേത് എന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയത്. ആ ലോറിക്കുള്ളിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാവുന്നതുമാണ്. പക്ഷേ ഇനി മുന്നിൽ നിൽക്കുന്ന ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. DNA പരിശോധന, ഒപ്പം തന്നെ ഇനിയുള്ള പോസ്റ്റ്മോർട്ടം, ഇതൊക്കെ എങ്ങനെയാകും പൂർത്തിയാക്കുക? കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ ജില്ലാ ഭരണകൂടം? എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ആ കാണാതായ ലോറിയുടെ ക്യാബിനിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ ലോറിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം സ്ഥിരീകരിച്ചാണ്, അത് വ്യക്തമാണ്. അതുകൊണ്ട് ഇത് അർജുൻ തന്നെയാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇനിയിപ്പോൾ പക്ഷേ അതിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ മാത്രമേ ആ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ജിതിനെ, അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനെ ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ 2 മാസം മുൻപ് കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 99% ഇത് അർജുൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ 1% അത് ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ്. മറ്റ് നടപടികളിലേക്ക് കൂടി ജില്ലാ ഭരണകൂടം കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിജയകുമാർ നൽകും. വിജയകുമാറിലേക്ക് പോവുകയാണ്. വിജയകുമാർ, ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടമാണ്, അതിനുശേഷമുള്ള DNA പരിശോധന. ഈ DNA പരിശോധനയിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണോ, അതോ അതിൽ കുടുംബത്തിന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാകുമോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക? എന്താണ് വിജയകുമാർ? ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ലക്ഷ്മിപ്രിയയാണ്, ഉത്തര കന്നഡ ജില്ലാ കളക്ടറാണ്. ഒരു പക്ഷേ ആ കളക്ടർക്ക് അക്കാര്യത്തിൽ കുറച്ചുകൂടി മറുപടി നൽകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കാരണം ഇതിൽ എന്താണ് ഇനി വേണ്ടത് എന്നതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്. DNA പരിശോധന അനിവാര്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നാളെ ഈ DNA പരിശോധന റിപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കണം. അതുകൊണ്ട് അത് വേണമോ വേണ്ടയോ എന്നതിൽ അവർക്കൊരു ഉറപ്പ് കൊടുക്കേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്. അത് കുടുംബത്തിൻ്റെ ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അർജുൻ മാത്രമേ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ആ ക്യാബിനിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ കുടുങ്ങിയ നിലയിൽ ആ മൃതദേഹം കണ്ടെത്തിയെങ്കിൽ അത് ഉറപ്പിക്കാം അർജുൻ തന്നെയാണ്. ഇനി അതിൽ ശാസ്ത്രീയ പരിശോധന വേണമെങ്കിൽ അത് ബംഗളൂരുവിലാണ് ഫോറൻസിക് സയൻസ് ലാബ് ഉള്ളത്, FSL ബംഗളൂരു. അവിടെയാണ് ഇനി പരിശോധന നടത്തേണ്ടത്. കുടുംബാംഗങ്ങളുടെ സാമ്പിളുകൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ശേഖരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാമ്പിളുകളും ഈ മൃതദേഹ ഭാഗങ്ങളിലെ സാമ്പിളുകളും അത് ഒത്തു നോക്കുക എന്നതാണ്. ആ സാമ്പിളുകൾ ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ബാക്കിയുള്ളത്. അതിനൊരു പക്ഷേ ഒരു 48 മണിക്കൂറിലധികം വേണ്ടിവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തടസ്സമാകാതിരിക്കുകയും വേണം. അപ്പോൾ അക്കാര്യത്തിൽ ഒരു പക്ഷേ ആ കുടുംബത്തെ കുറെ കൂടി വസ്തുതാപരമായി സഹായിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും കളക്ടർക്കും SP-ക്കും ഒക്കെ കഴിഞ്ഞേക്കും. നിയമപരമായ മറ്റു നൂലാമാലകളിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ ഈ DNA പരിശോധന ഒഴിവാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകാവുന്നതാണ്. ഇനി അതല്ല, അതിൽ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം വേണമെങ്കിൽ മൃതദേഹം വിട്ടു നൽകുകയുമാകാം. എന്തായാലും അത് ആ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഈ സാഹചര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റാരും അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അർജുൻ തന്നെയാണ് അതിലുള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. തന്നെയല്ല, അർജുൻ്റെ സഹോദരി ഭർത്താവ് നേരത്തെ പറഞ്ഞത്
നമ്മളുടെ കാഴ്ചയിൽ തിരിച്ചറിയാൻ പറ്റുന്ന ചില സംഗതികൾ ആ ക്യാബിനിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട വിവരമായി സ്വീകരിച്ചുകൊണ്ട് DNA പരിശോധന ഒഴിവാക്കാവുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടി എന്നത് കേവലം സാങ്കേതികം മാത്രമാണ്. കാരണം 72 ദിവസത്തിനു ശേഷം കിട്ടുന്ന ഒരു ശരീരമാണ്. അതുകൊണ്ട് അതിൽ പോസ്റ്റ്മോർട്ടം എന്നത് കേവലം നിയമപരമായ ഒരു പ്രക്രിയ മാത്രമാണ്. അത് വേഗത്തിൽ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ ഒഴിവാക്കിയാൽ നാളെ രാവിലെയോടെ കോഴിക്കോട്ടേക്ക് അർജുനെ കൊണ്ടുവരുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ ഈ പറയുന്ന തരത്തിൽ മറ്റു തരം ഇടപെടലുകൾ കൂടി ഉണ്ടാകണം. കളക്ടർ അവിടെ എത്തിയിരുന്നു. ഒരുപക്ഷെ കാർവാറിലെ സർക്കാർ ആശുപത്രിയിലേക്ക് കളക്ടർ കൂടി പോയേക്കാം. അർജുൻ്റെ സഹോദരി ഭർത്താവിനോട് അവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തീരുമാനം അവിടെ ഉണ്ടാകും. അടുത്ത മണിക്കൂറുകളിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ 72 ദിവസമായി കാത്തിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യമാണ് ഉണ്ടായിരുന്നത്, അർജുൻ എവിടെ എന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് മാധ്യമ ശ്രദ്ധ തിരിയുന്ന ഘട്ടത്തിൽ നമ്മളുടെ പ്രേക്ഷകർ യൂട്യൂബിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഷിരൂരിലെ അർജുനെ പാതിയിൽ ഉപേക്ഷിച്ചോ, എന്തായി ദൗത്യം, അതിൻ്റെ വിവരങ്ങളൊന്നുമില്ലല്ലോ എന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പോൾ മലയാളിയുടെ മനസ്സിൽ അതിങ്ങനെ ആഴത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഗംഗാവലിയുടെ ആഴത്തിൽ ആ ലോറിയും അർജുനും കിടക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ അർജുൻ ഉണ്ടായിരുന്നു. എവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ തന്നെ ഇടയ്ക്ക് ഉത്തരം കണ്ടെത്താൻ അത്തരം അന്വേഷണം നടത്തുമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ 72 ദിവസങ്ങളിൽ തെരച്ചിൽ നടക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും ഷിരൂർ ദൗത്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊന്നും ഇത്രയും ഒരാൾക്ക് വേണ്ടി, ഒരു വിവരത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടി മലയാളി കാത്തിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ആഴത്തിൽ അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ മലയാളിയുടെ ആകെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് ഈ വിവരം അറിയുമ്പോൾ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ അല്പസമയം മുമ്പ് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, നീറി കഴിയുന്ന കുടുംബത്തിന് നീറ്റൽ മാറ്റാനെങ്കിലും ഈ വിവരം സഹായിക്കുമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും നല്ല മറുപടി എന്ന് എനിക്ക് തോന്നുന്നു. സമാധാനമെന്നോ ആശ്വാസമെന്നോ ദീർഘനിശ്വാസമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരാളെ കാണാനുണ്ടായിരുന്നില്ല, അയാൾ നമ്മളുടെ കൂടെ ഇല്ല എന്ന് ഉറപ്പിക്കുന്ന വിവരം ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ സമാധാനം, ഒരു മനസ്സമാധാനം എന്ന് നമ്മൾ പറയുന്ന, നാട്ടുഭാഷയിൽ പറയുന്ന ആ മനസ്സമാധാനം അത് ആ കുടുംബത്തിന് കിട്ടുന്നുണ്ട് എന്നത് മാത്രം. നേരത്തെ ഇന്ദ്രപാലൻ, മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞതുപോലെ വിശ്വാസിയാണെങ്കിൽ മൃതദേഹം സംസ്കരിക്കുക, അത്തരം ആചാരപരമായ കാര്യങ്ങൾക്ക് അവർക്ക് പറ്റുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന നിയമപരമായി ചില നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഈ ഘട്ടത്തിലെ വിവരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. KR ഗോപികൃഷ്ണൻ കണ്ണാടിക്കൽ അർജുൻ്റെ വീടിന് സമീപത്തു നിന്ന് ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. കുടുംബത്തോട് സംസാരിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ പ്രതികരണം എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. എന്തായാലും നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളും ഏതാണ്ട് 20-ആം വയസ്സിൽ അർജുൻ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. ധീരനായ ചെറുപ്പക്കാരനായിരുന്നു, പോരാളിയായിരുന്നു, ആ നാട്ടിൽ വലിയ ബന്ധങ്ങളുള്ള ഒരാളായിരുന്നു. അങ്ങനെയും ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. അപ്പോൾ ആ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അർജുനെ പറ്റി ഏറെ പറയാനുണ്ടാവും.